അപ്പോൾ നമുക്ക് എളുപ്പത്തിലൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 8 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ചുവന്നുള്ളിയാണ് ഇടുന്നത്. അപ്പോൾ കുറച്ച് ചുവന്നുള്ളി ഇടാം. ഒരു 3-4 പച്ചമുളക് ഇടാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇടുന്നുണ്ട്. പിന്നെ തക്കാളി ഇടുന്നുണ്ട്. ഇതൊന്നും വഴറ്റാണ്ടാണ് ഇടുന്നത്. അപ്പോൾ എണ്ണ ചേർത്ത് വഴറ്റിയിട്ടല്ല ഈ കറി ഉണ്ടാക്കുന്നത്, റോസ്റ്റ് പോലെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി വറുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ തൈരും കൂടി ഇടുന്നുണ്ട്. ഒട്ടും പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മസാലയും കൂടി ചേർക്കുന്നുണ്ട്, ചിക്കൻ മസാല. ഇനി ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. ഒരു വിസിൽ വന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവി പോണത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ഇതിലേക്ക് കുറച്ച് കുരുമുളകും പെരിഞ്ചീരകം കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ വറ്റി വരുന്നുണ്ട്. നമ്മൾ നന്നായി വറ്റി വരണം. ചിക്കനുമേലൊക്കെ പരണ്ടിരിക്കണം ഈ ഗ്രേവി. ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായി മസാലയൊക്കെ പിടിച്ച് വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒട്ടും വെളിച്ചെണ്ണ ചേർക്കാണ്ട് തന്നെ ഉണ്ടായിട്ടുള്ളത്. 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രം ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത്ര മതി. അപ്പോൾ നമ്മളെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ റോസ്റ്റ് കഴിക്കാൻ. എന്നാൽ വെളിച്ചെണ്ണ ഒന്നും അങ്ങനെ ഒഴിച്ചിട്ടില്ല. ആകെ 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ചിക്കനൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇപ്പോൾ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം എണ്ണ ഒന്നും ചേർക്കാണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.